അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ. ഷാഹി മിക്കവാറും അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കൂടെ ഷാഹി തന്നെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല സിനിമ, ഒരു ത്രില്ലർ സ്വഭാവമായിരുന്നു. ഒരു റിയലിസ്റ്റിക് ഒരു എമോഷനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു പോലീസുകാരുടെ എമോഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് അല്ല, സ്ഥിരം പോലീസ് സ്റ്റോറി അല്ല. ഷാഹിയുടെ ഓരോ പോലീസ് സ്റ്റോറിയും ഓരോ തരമാണ്, ഓരോ വൈവിധ്യമാർന്ന കഥകളാണ് ഷാഹിയുടെ എല്ലാം. ഇതിനും വേറൊരു ടൈപ്പ് സ്റ്റോറിയാണ്, പക്ഷേ പോലീസുകാരുടെ എമോഷൻ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഇൻസിഡന്റ് ആയിട്ട് പടം തീർത്തിരിക്കുന്നത്. അവസാനത്തെ സീനൊക്കെ പ്രോഡക്റ്റായിട്ട് പുള്ളിയുടെ ഒരു ശൈലി തന്നെ, ഷാഹിൻ കപൂറിന്റെ ഒരു ശൈലി തന്നെയാണ് പടം ശൈലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ സീൻ തകർത്തു. എവിഴപ്പുഞ്ചറ പോലെ തന്നെ നമുക്കൊരു അസ്വസ്ഥത, ഒരു ഫീലിംഗ്സ് ഉണ്ടാക്കുന്ന ഒരു സീനാണ് അവസാനം. കിട്ടിലും പടം നല്ല പടം. എല്ലാവരും രണ്ടുപേരാണ് മെയിൻ ചെയ്യുന്നത്. റോഷനും ദിലീഷ് പോത്തനുമാണ് മെയിൻ റോള്. അവരാണ് ആദ്യം മുതൽ അവസാനം വരെ പടം അന്യായം അടിപൊളി. അതാണ് പോലീസ് സ്റ്റോറിയാണ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ നമ്മളറിയാത്ത കുറെ കഥകൾ, ഉള്ള കഥകളാണ് കാണിക്കുന്നത്. നല്ലപോലെ പടം അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളി. ആ പടം കൊണ്ടുപോയ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ കാണണം ആ മൂവി. ഷാഹിക്ക് അഞ്ചാമത്തെ ഒരു പടം അത് ഗംഭീരമായിരിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു മൂഡിലാണ് ആ പണം കൊണ്ടുവന്നത്. ഓരോ നിമിഷങ്ങളിലും ഒരാൾക്കാർ ഗംഭീര മൂവി, ഗംഭീര ഇമോഷനാണ്, ഭയങ്കര ടച്ചിങ്ങാണ്, ഹാർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഗംഭീരമാണ് ആ പടം. എല്ലാവരും പോയി കാണണം, എന്നാലും നിങ്ങൾ പടത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഗംഭീരമാണ്.